അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ദാറുൽ അമാൻ ഹിഫ്ദ് കോളേജിൻ്റെ കമ്മിറ്റി ഭാരവാഹികളെ, നമ്മുടെ നാട്ടിലെ മാന്യ വ്യക്തിത്വങ്ങളെ, ദാറുൽ അമാൻ ഹിഫ്ദ് കോളേജ് കേച്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 5 വർഷത്തിന് മേലെയായി. അൽഹംദുലില്ലാഹ് 21 കുട്ടികളോളം ഹാഫിളായി ഇറങ്ങി. പുതിയ അധ്യയന വർഷത്തിൽ 20 കുട്ടികളെ എടുത്തുകൊണ്ട് പുതിയ അധ്യയന വർഷം തുടങ്ങാൻ പോവുകയാണ്. അതിനു മുന്നോടിയായി എല്ലാ വർഷവും നോമ്പുതുറ പരിപാടി നടത്താറുണ്ട്. ഈ വർഷവും വളരെ വിപുലമായി ഒരു നോമ്പുതുറ നടത്തി. ഇപ്പോൾ നോമ്പ് 28-ന് ഒരു ചെറിയ ഒരു നോമ്പുതുറയുടെ ഭാഗമായി ഇന്ന് ഇവിടെ കോളേജിൽ എല്ലാവരും കൂടിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വോയിസ് കേൾക്കുന്നവർ ഈ കോളേജിന് വേണ്ടി ദുആ ചെയ്യുകയും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു കുട്ടിയെ പഠിപ്പിക്കുവാൻ ഒരു വർഷത്തിന് 36,000 രൂപയാണ് ചെലവ്. അത് ഒരു വർഷത്തിനോ 2 വർഷത്തിനോ അല്ലെങ്കിൽ 5 മാസത്തിനോ 6 മാസത്തിനൊക്കെ ആയിട്ട് നിങ്ങളുടെ വിലയേറിയ സംഭാവനകൾ തന്നുകൊണ്ട് ഈ കോളേജിനെ നിലനിർത്തേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിറവേറ്റാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാനും എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും. റമദാനിൻ്റെ അവസാനത്തെ രാത്രിയായിരിക്കാം, ഒരു പക്ഷേ 29ാമത്തെ രാവും കൂടെയാണ്. നിസ്കാരത്തിന് ശേഷം ഉടനെ എഴുതിയിരുന്നത് ബനൂ ഇസ്രായേലിൽ ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ആ ഉമ്മ ഒരു ഉരുള ഭക്ഷണം കൊടുക്കും. അങ്ങനെ തനിക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു ഉരുള കൊടുക്കുന്നത് ശീലമായിരുന്നു. ഒരിക്കൽ ജോലിക്ക് പോയ സമയത്ത് ഈ ഒരു കുടിലിലേക്ക് വേടമൃഗം വന്നു എന്നാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തതാണ് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ പറയുകയാണ്. കാരണമായിട്ട് പറഞ്ഞു കൊടുത്തത്, കൃത്യമായിട്ട് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണെങ്കിൽ റസൂലുള്ളാഹി ഞങ്ങൾ പഠിപ്പിച്ചതുപോലെ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ദീനിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ അള്ളാഹു അവനെ എല്ലാ ബലാലും മുസീബത്തുകളിൽ നിന്നും സംരക്ഷണം കൊടുക്കുമെന്നാണ്. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടുന്നതിൻ്റെ കാരണം വിദേശത്തുള്ള പ്രിയപ്പെട്ട സഹോദരൻ നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഭക്ഷണത്തിനായിട്ട് സംഖ്യ അയച്ചതിൻ്റെ ഫലമായിട്ടാണ്. നമുക്ക് തിരിച്ച് കടപ്പാടുള്ളത് ദ്വായിലൂടെയാണ്. വ്യക്തിപരമായിട്ടുള്ള ദ്വായിൽ അദ്ദേഹത്തെ ഉണർത്തണം, ഓർത്തെടുത്ത് ദ്വാ ചെയ്യണം. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് കുറച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർക്കും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾക്കും ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾക്കും സ്ഥാപനത്തിനെ സഹായിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യും. മാത്രമല്ല റമദാനിൻ്റെ അവസാനത്തെ രാത്രി കൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദർ സമ്പാദിച്ചതിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഭക്ഷണം തന്നതിന് പകരമായി അവർക്കും നമുക്കും അല്ലാഹു സ്വർഗീയ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനൊക്കെ കാരണക്കാരനായിട്ടുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട അലി ഉസ്താദാണ്. അല്ലാഹു അവരുടെ ദറജ ഉയർത്തിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ഖബറുടെ വിശാലമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിയുടെ നിർമ്മാണം മുതൽ എല്ലാ റമദാനിലും അവർ റമദാനിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആ സഹോദരൻ പൈസ അയച്ചു തരാറുണ്ട്. അല്ലാഹു അവരുടെ ജോലിയിലും
അവരുടെ കുടുംബത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദ്വാരക്കാണ് ഇലാ ഹദറത്ത് റൂഹി നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദറത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ.